അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എന്റെ ഒരു പാട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പാടാം. ഇത് പിള്ളേര് കേട്ടിട്ട് ഇവർക്ക് ആർക്കെങ്കിലും എന്താണ് ഈ നബീനത്തിന് പാടണം എന്ന് തോന്നുവാണെങ്കിൽ പിള്ളേർക്ക് പാടാൻ പറ്റും. അലിഫെന്നൊരാദ്യാക്ഷരത്തിൻ മഹത്വമേ അറിവിന്റെ ആരംഭമല്ലേ നീ ഇസ്ലാമിലാദ്യം വരില്ലേ. അറിവിന്റെ ഭവനത്തിലാദ്യത്തെ താരമേ നിന്നെ ഞാൻ ആദ്യം പഠിച്ചു. ഞാൻ അലിഫെന്ന് ആദ്യം ഒഴിഞ്ഞു. അലിഫെന്നൊരാദ്യാക്ഷരത്തിൻ മഹത്വമേ അറിവിന്റെ ആരംഭമല്ലേ നീ ഇസ്ലാമിലാദ്യം വരില്ലേ. അറിവിന്റെ ഭവനത്തിൽ ആദ്യത്തെ താരമേ നിന്നെ ഞാൻ ആദ്യം പഠിച്ചു. ഞാൻ അലിഫെന്ന് ആദ്യം ഒഴിഞ്ഞു. അശ്ഹദു എന്നൊരടിസ്ഥാന തത്വവും ഇഖ്റ എന്നോരീ ആദ്യത്തെ സൂക്തവും. അശ്ഹദു എന്നൊരടിസ്ഥാന തത്വവും ഇഖ്റ എന്നോരീ ആദ്യത്തെ സൂക്തവും. അഹദിൽ ഇലാഹിൽ അല്ലാഹു അക്ബറിൽ അഹദിൽ ഇലാഹിൽ അല്ലാഹു അക്ബറിൽ അലിഫ് നീ ആദ്യം വരുന്നു. ഞാൻ അലിഫിൻ പൊരുൾ തേടിടുന്നു. അലിഫെന്നൊരാദ്യാക്ഷരത്തിൻ മഹത്വമേ അറിവിന്റെ ആരംഭമല്ലേ നീ ഇസ്ലാമിലാദ്യം വരില്ലേ. ഇനി അടുത്തത് ഒരു കുട്ടിക്ക് തോന്നുന്ന കൗതുകം ഞാൻ പറഞ്ഞല്ലേ. അടുത്തത് ജന്മമെടുത്തോരാ നേരമെൻ കാതിലും ബാങ്കിന്റെ നാദത്തിൽ ആദ്യം നീ വന്നതും അക്ഷരപ്പൂക്കളിൽ ആദ്യം വിടർന്നതും അക്ഷരപ്പൂക്കളിൽ ആദ്യം വിടർന്നതും കൗതുകമെന്നിലുണർത്തി നീ എൻ ഹൃദയത്തിൽ തിളങ്ങി. അലിഫ് ഇത്രയും വലിയ പുലിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയില്ല. പക്ഷെ ഈ പാട്ട് പണ്ട് എനിക്ക് ഈ പാട്ടിനെ കുറിച്ച് അറിയുന്നോണ്ട് അപ്പൊ ഇങ്ങനെ പറയലുണ്ടല്ലോ മുത്താപ്പ ചെറുപ്പത്തിലെ. അപ്പൊ പിന്നെ തോന്നി ഇതൊരു എന്താണ് വേറെ പാട്ടിനും പറഞ്ഞിട്ടുണ്ട്. അലിഫ് കൊണ്ട് നാവിൽ മധുപുരട്ടി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ അലിഫ് ഇസ്ലാമിന്റെ തന്ത്രപ്രധാനമായ എല്ലാ ഭാഗത്തും അലിഫ് വരുവാണ്. ഖുർആനിലെ ആദ്യം ഇറങ്ങിയത് ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമധേയത്തിൽ വായിക്കുക. ഇഖ്റ എന്ന് പറഞ്ഞ വായിക്കാനാ പറഞ്ഞു. അപ്പൊ അവിടെ വന്നത് അലിഫാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ധൈര്യമായിട്ട് റബീഉൽ അവ്വലിന് മത്സരങ്ങളിൽ പാടാൻ പറ്റിയ ഒരു പാട്ടാണത്. കാരണം തന്നെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മദ്രസ വിദ്യാർത്ഥികളുടെ പരിപാടി നടക്കും. സത്യത്തിൽ അത് നബിദിനത്തിന്റെ പരിപാടിയല്ല, മദ്രസയുടെ വാർഷികം കൂടിയാണത്. സ്കൂളിനൊക്കെ വാർഷികമുണ്ട്, ആനിവേഴ്സറി നടക്കാറുണ്ട്. അപ്പൊ മദ്രസയുടെ ആനുവൽ ഡേ ആണ് നബിദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ നബിദിനത്തിന്റെ തലേ ദിവസമാണ് പിള്ളേരുടെ പരിപാടി. ചില സ്ഥലത്ത് നബിദിനത്തിന്റെ അന്നായിരിക്കും. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് മദ്രസയിൽ നടക്കുന്ന മത്സരങ്ങളിൽ പാടാൻ പറ്റിയ ഒരു പാട്ടാണിത്. ഒരുവിധം പാടാൻ പറ്റുന്ന കുട്ടികൾ വലിയ ഹൈ പിച്ചിലേക്കൊന്നും പോകാതെ ഒരു മീഡിയം ലെവലിൽ പാടി പഠിക്കുക. ഓക്കെ.